നമസ്കാരം. ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സാമുദ്രിക ശാസ്ത്രപ്രകാരമുള്ള ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഒരു വ്യക്തിയുടെ കൈവെള്ളിയിലേക്ക് നോക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും ആ വ്യക്തി ഏത് നിലയിലെത്തും എന്നും ആ വ്യക്തിയെക്കുറിച്ച് പല കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കാൻ പോലും സാധ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ നിങ്ങളുടെ കൈവെള്ളയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി അറിയുവാൻ പല കാര്യങ്ങളും അറിയുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥം. ഇനി പരാമർശിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ കൈവെള്ള നോക്കി ചില കാര്യങ്ങൾ പരാമർശിക്കുകയാണ്, ചില രഹസ്യങ്ങൾ പരാമർശിക്കാനായി പോവുകയാണ്. ഇതെല്ലാവരും വ്യക്തമായി കേൾക്കണം. ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങളിലെ ശരി തെറ്റുകൾ നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഏവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാം ശുഭകരമായി തീരണം, തടസ്സങ്ങൾ അകലണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നതായ 3 കൈവെള്ളകൾ നിങ്ങൾ നോക്കുക. ഇതിൽ നിങ്ങളുമായി ഏകദേശം സാമ്യമുള്ള ഒരു കൈവെള്ള നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൈപ്പത്തി, ഒരു കൈവെള്ള തിരഞ്ഞെടുക്കുക. ഏവരും ഒരു കൈവെള്ള തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി ഒരു നിമിഷം വന്ദിക്കണം. അപ്പോൾ ആദ്യത്തേതായ കൈപ്പത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്, കൈവെള്ളയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആദ്യത്തെ കൈവെള്ള തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പരാമർശിച്ചിരിക്കുന്ന ഈ വ്യക്തികൾ അവർ പല കാര്യങ്ങളിലും കുടുംബത്തിൽ തന്നെ എതിർപ്പുകൾ ഉയർത്തുന്നവരാണ്. പല കാര്യങ്ങളിലും കുടുംബത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ തീരുമാനങ്ങൾക്ക് എതിരെ നിൽക്കുകയും മറ്റൊരു അഭിപ്രായം പല അവസരങ്ങളിലും പറയുന്നവർ കൂടിയാണ് എന്ന് പറയാം. എല്ലാ കാര്യത്തും ഇവർക്ക് പലവിധ വിശേഷണങ്ങൾ ലഭിക്കാം. പലപ്പോഴും ധിക്കാരി എന്ന് പോലും പറയുന്നതായ സാഹചര്യം ഉണ്ടാകാം. അല്ലെങ്കിൽ അഹങ്കാരിയായി പലരും നിങ്ങളെ കരുതുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ നിന്നാണ് എങ്കിൽ പോലും ഇത്തരം വിശേഷണങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ ഇവർ പറയും. അത് ആരിവർക്കെതിരായി നിൽക്കും എന്നത് ഇവരെ ബാധിക്കുന്ന കാര്യമല്ല. ഇവർ പലപ്പോഴും ഇത്തരം അഭിപ്രായങ്ങൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുള്ളവരാണ്. ഒരു കാര്യം ശരിയാണ് എങ്കിൽ പോലും ഇവരുടെ അഭിപ്രായം ചില സമയങ്ങളിൽ ഇവർ രേഖപ്പെടുത്തി എന്ന് വരാം. അതിനാൽ തന്നെ കുടുംബത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും കൃത്യമായ കാഴ്ചപ്പാടുകൾ പല അവസരങ്ങളിലും പുലർത്തുവാൻ ഇവർക്ക് സാധിക്കും. പലപ്പോഴും ഇവർക്ക് എതിർപ്പുണ്ട് എങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും എതിർക്കും എങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് ഇവർക്ക് മനസ്സിലാക്കുകയാണ് എങ്കിൽ അതിവർ അംഗീകരിച്ച് തരുന്ന വ്യക്തികൾ കൂടിയായിരിക്കും. പല കാര്യങ്ങളിലും ഇവർ പറയുന്നതായ കാര്യങ്ങൾ ശരിയാകണം എന്നില്ല. അതിനാൽ തന്നെ പലപ്പോഴും തെറ്റായ കാര്യങ്ങളും ഇവർ പറഞ്ഞു എന്ന് വരാം. ഇതുമൂലവും നിങ്ങളെ ചില അവസരങ്ങളിൽ ധിക്കാരി എന്ന് പറയുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് പറയാം. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് പിണങ്ങുന്ന വ്യക്തികളല്ല, ചെറിയ കാര്യങ്ങൾക്കൊന്നും പെട്ടെന്ന് പിണങ്ങുന്നവരല്ല എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഏതെങ്കിലും കാര്യത്തിനായി പിണങ്ങുകയാണ് എങ്കിൽ ആ പിണക്കം മാറ്റുവാൻ വളരെ പ്രയാസമാണ് എന്ന് പറയാം. ഇവർ
ഒരിക്കൽ മനസ്സിൽ നിന്നും ഒരു കാര്യത്തെ ഒഴിവാക്കുകയാണ് എങ്കിൽ പിന്നെ എന്ത് തന്നെ ചെയ്താലും തിരിച്ച് ഇവരുടെ മനസ്സിലേക്ക് കയറി പറ്റുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു കാര്യം കൊണ്ടോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നത് കൊണ്ടോ ശത്രുക്കൾ വളരെ കൂടുതലായിരിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. ഇവർക്ക് സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ ശത്രുക്കളാണോ എന്ന് കൂടുതൽ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ ശത്രുക്കളാണ് എന്ന് തന്നെ പരാമർശിക്കേണ്ടതായി വരാം. അത് തൊഴിൽപരമാകണം എന്നില്ല, കൂടെ നിൽക്കുന്നവരാകാം, കുടുംബത്തിലെ പല അംഗങ്ങളുമാകാം, ബന്ധുക്കളാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പോലുമാകാം. ഇത്തരത്തിൽ വളരെയധികം ശത്രുക്കൾ ഇവർക്ക് പല കാര്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഇവർക്ക് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കില്ല പലപ്പോഴും സുഹൃത്തുക്കളായി ലഭിക്കുക. പല കാര്യങ്ങളിലും അവർ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ അവർ നിങ്ങളെ വളരെയധികം കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈ വ്യക്തികളുടെ പ്രത്യേകത സുഹൃത്തുക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് കൊടുക്കുന്നവരല്ല. തൻ്റെതായ ഒരു ഐഡന്റിറ്റി എല്ലാ കാര്യങ്ങളിലും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളല്ല. തൻ്റെതായ ശൈലി അതെപ്പോഴും ഇവർക്ക് നിർബന്ധമായ കാര്യമാണ്. അത് എല്ലാ കാര്യങ്ങളിലും പ്രകടമാകാം. പെരുമാറ്റത്തിൽ അത്തരത്തിൽ സംഭവിക്കാം. വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണ് എങ്കിലും അതിലൊരു മാറ്റമില്ല. ജീവിത കാര്യങ്ങൾ അത് ജീവിതചര്യകളിലാണ് എങ്കിലും ഈ കാര്യം ജീവിതത്തിൽ നിലനിർത്തുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. ഒരുപാട് വ്യക്തികൾ കൂടെയുണ്ട്. അത് സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം. എന്നാൽ ജീവിതത്തിൽ പല അവസരങ്ങളിലും ഇവർക്ക് സഹായമായി മുൻപിൽ നിൽക്കുന്നത് ഒരാവശ്യത്തിന് പലപ്പോഴും അന്യരായിട്ടുള്ള വ്യക്തികളായിരിക്കും. അത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ സമയങ്ങളിലാണ് എങ്കിലും, പ്രധാന ഘട്ടത്തിലാണ് എങ്കിലും ഇവിടെ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഉടയവരാണ് എങ്കിൽ പോലും പല അവസരങ്ങളിലും വേണ്ട പിന്തുണയോ സഹായങ്ങളോ ഇവർക്ക് നൽകിയിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അപ്രതീക്ഷിതമായ ചില വ്യക്തികൾ കടന്നു വരികയോ അപ്രതീക്ഷിതമായ ചില വ്യക്തികളിൽ നിന്നും സഹായമോ ഇവർക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് താങ്ങുവാൻ സാധിക്കണം എന്നില്ല. അത് പലപ്പോഴും ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. പല അവസരങ്ങളിലും ഇവർക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി മാത്രമാണ് കൂട്ടിനുള്ളത് എന്ന ബോധ്യം പല സമയങ്ങളിലും തോന്നാം. വളരെയധികം സമ്പന്നതയിലോ അതിസമ്പന്നതയിലോ വളർന്നവരല്ല ഇവർ, അല്ലെങ്കിൽ അത്തരത്തിൽ ജനിച്ച വ്യക്തികളല്ല ഇവർ. പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളിലും പടവെട്ടി അല്ലെങ്കിൽ വളരെയധികം പരിശ്രമങ്ങൾ നടത്തി വിജയിച്ചു വന്നിട്ടുള്ള വ്യക്തികളാണ്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് തുടർന്നും ഇവർ ആഗ്രഹിക്കുന്നത് എന്നതും വാസ്തവമാണ്. സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവർക്ക് പലപ്പോഴും ഉണ്ടാകണം എന്നില്ല. എന്നാൽ ഈ പരാമർശിക്കുന്നതായ വ്യക്തികൾ ഇവർ ജനിച്ചതിന് ശേഷം അനുഭവിക്കാനുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ വളരെ വിഷമകരമായ സാഹചര്യങ്ങളും അനുഭവിച്ച് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പല പ്രയത്നത്താലും പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടി മറ്റുള്ളവരെ നയിക്കുവാൻ പാകത്തിന് പോലും അറിവും അത്തരം എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള വ്യക്തികളാണ് എന്ന് പറയാം. ഒരു കാര്യം ഒരു വ്യക്തിയെ കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവർ പറയുന്നതായ കാര്യങ്ങളിൽ മറ്റുള്ളവർ പോലും വീണു പോകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായി എന്ന് വരാം. അത്രമേൽ കഴിവുള്ളവരാണ് ഇവർ. ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ച് ഇറങ്ങുകയാണ് എങ്കിൽ അത് കൃത്യമായി ചെയ്തു തീർക്കണം. അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങൾ
അത് കൃത്യതയോടെ പൂർത്തീകരിക്കണം എന്ന ആഗ്രഹം നിർബന്ധമുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ. അതിനുശേഷം മാത്രമേ ഏത് കാര്യത്തിൽ നിന്നും ഇവർ പിൻവാങ്ങൂ. തോറ്റുകൊടുക്കുവാൻ യാതൊരു വിധത്തിലും മനസ്സുള്ള വ്യക്തികളല്ല ഇവർ എന്ന് പറയാം. ഇവരുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരെങ്കിലും വന്ന് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുകയാണ് എങ്കിൽ ഇവർ ആ കാര്യങ്ങൾ നിവർത്തിച്ച് കൊടുക്കുന്നവരാണ്. മറ്റുള്ളവരുടെ വിഷമം കാണുവാനുള്ള മനസ്സുള്ളവരാണ് എന്ന് പറയാം. തീർച്ചയായും ഈ കാര്യങ്ങൾ പലപ്പോഴും ഇവർക്ക് വിനയായി മാറാം. അർഹതയുള്ളവരെ തന്നെയാണോ സഹായിച്ചത് എന്ന് ഇവർ കൃത്യമായി മനസ്സിലാക്കാത്തത് പല അവസരങ്ങളിലും അബദ്ധങ്ങൾക്ക് കാരണമായി തീരാം. ഇവിടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പരീക്ഷണങ്ങൾ തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം തരണം ചെയ്ത് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് വാസ്തവമാണ്. വളരെയധികം അതിസമ്പന്നതയിൽ ജീവിക്കുന്ന, അത്രമേൽ സൗകര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളാകണം എന്നില്ല. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, വിഷമകരമായ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്ത് ഈശ്വരാനുഗ്രഹത്താൽ ഈ സമയങ്ങളെല്ലാം ഈശ്വര വിശ്വാസത്താൽ അതിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നേറുന്ന വ്യക്തികളാണ് എന്ന് പറയാം. എല്ലാ കാര്യങ്ങളിലും തൻ്റെ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. തീർച്ചയായും ആദ്യത്തെ കൈവെള്ള തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. തീർച്ചയായും നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കണം. രണ്ടാമത്തെ കൈവെള്ള തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം എപ്പോഴും നൽകുന്ന വ്യക്തികളായി തന്നെ ഇവരെ പരാമർശിക്കാം. കുടുംബം വിട്ടൊരു കളി ഇവർക്കില്ല എന്നതാണ് വാസ്തവം. എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിന് മുൻഗണന നൽകുന്നവർ കൂടിയാണ് ഇവർ. അത്രമേൽ ജീവന തുല്യം സ്നേഹിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. കുടുംബത്തോട് അത്രമേൽ അടുപ്പം വച്ച് പുലർത്തുന്ന വ്യക്തികളാണ്. അത് പങ്കാളിക്കും മക്കൾക്കും വേണ്ടി അത്തരത്തിൽ ജീവിക്കുന്ന വ്യക്തികളായി തന്നെ ഇവരെ പരാമർശിക്കുവാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അത് പൂർണ്ണമായും അത് കുടുംബത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും കുടുംബത്തെയും മക്കളെയും വളരെയധികം ഓർക്കുന്ന, അത്രമേൽ അവരെ സ്നേഹിക്കുന്ന വ്യക്തികളായി തന്നെ ഇവരെ പരാമർശിക്കുവാൻ സാധിക്കും. ഇവർക്ക് സ്വന്തം കഴിവും അതേപോലെ തന്നെ എന്താണ് ഇവരുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ളത്, ഇവരുടെ കഴിവുകേടുകൾ എന്താണ് എന്ന്, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ കഴിവ് കുറവാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉള്ളവരാണ് എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും തങ്ങളുടെ കഴിവ് എന്താണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇവർക്കില്ല. പല കാര്യങ്ങളിലും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ പല കാര്യങ്ങളും പുറമെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മനസ്സിൽ തന്നെ ഒതുക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളും മനസ്സിൽ തന്നെ ഒതുക്കി വച്ചിരിക്കുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളും പലരെയും അറിയിക്കേണ്ടതായിട്ടില്ല. അത് ചില ചിന്തകളാകാം, വിഷമകരമായ കാര്യങ്ങളാകാം. അത് കുടുംബത്തിൽ തന്നെ വിഷമങ്ങൾക്ക് കാരണമാകേണ്ട എന്ന് കരുതി ഉള്ളിൽ തന്നെ വയ്ക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ആരെയും ഇവരുടെ ജീവിതത്തിൽ പ്രാരാബ്ധം, ഇവരുടെ വിഷമതകൾ, പ്രയാസങ്ങൾ പറഞ്ഞ് അത്തരത്തിൽ വിഷമിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവരല്ല. അത് പുറത്ത് പറഞ്ഞു നടക്കുവാൻ അത്ര താല്പര്യപ്പെടുന്ന വ്യക്തികളല്ല എന്നതും വാസ്തവം തന്നെയാണ്. അത് എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വിഷമകരമായ സാഹചര്യങ്ങൾ അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ എന്ന ചിന്തയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതിനാൽ തന്നെ പലപ്പോഴും കുടുംബത്തിലുള്ള അംഗങ്ങളെ കുറിച്ച് കൂടി ചിന്തിച്ച് ഈ കാര്യങ്ങൾ അവർ പുറമെ പറയാറില്ല എന്നതാണ് വാസ്തവം. അവരെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് ചിന്തിക്കും.
എന്നാൽ ഭാവിയെക്കുറിച്ച്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, കാലത്തെക്കുറിച്ച് വളരെയധികം ചിന്ത ജീവിതത്തിലുള്ളവരാണ് ഇവർ. എപ്പോഴും ഇതേക്കുറിച്ചുള്ള ചിന്തകൾ ഇവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പല കാര്യങ്ങളും ഇവർ അപ്രതീക്ഷിതമായി ടെൻഷനുള്ള വ്യക്തികളാണ് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സ്വഭാവം ഇവരിൽ പല സമയങ്ങളിലായി കാണുവാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വാക്ക് കൊടുക്കുകയാണ് എങ്കിൽ ആ വാക്ക് എത്ര തന്നെ പ്രയാസപ്പെട്ടിട്ടാണ് എങ്കിലും ആ വാക്ക് പാലിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈശ്വരനെ നിരക്കാത്തതായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടാത്തവരാണ് ഇവർ. അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ശരിയാണ് എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. താൻ കാരണം മറ്റുള്ളവർ വിഷമിക്കുന്നത് അത് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഇവരുടെ ജീവിതത്തിൽ തീർച്ചയായും ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് ടെൻഷനാകുവാനുള്ള അല്ലെങ്കിൽ ആശങ്കകൾ നിറയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു വൈരാഗ്യം വച്ച് പുലർത്തി അവരോട് പ്രതികാരം, ഇത്തരം ചിന്തകൾ. മറ്റുള്ളവരോട് വൈരാഗ്യം വച്ച് പുലർത്താത്തവർ എന്ന പ്രത്യേകത ഇവർക്കുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ കുറവുകൾ അല്ലെങ്കിൽ പോരായ്മകൾ, അതെല്ലാം തങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു ചിന്ത എപ്പോഴും ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. അത് പുറമെ അറിയിക്കുവാൻ താല്പര്യപ്പെടാത്തവർ ആണ് ഇവർ എന്ന് പറയാം. ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടുവാൻ കൂടുതൽ താല്പര്യപ്പെടുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. പൊങ്ങച്ചം പറയുന്നത് പോലെ പുറമെ കാണിക്കുവാൻ ഇവർക്ക് താല്പര്യമില്ല. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഒരിക്കലും താല്പര്യപ്പെടാത്തതായ കാര്യമാണ് പൊങ്ങച്ചം, അല്ലെങ്കിൽ അത്തരം പൊങ്ങച്ചം കാണിക്കുന്നവരെ ഇഷ്ടമുള്ള വ്യക്തികളല്ല എന്ന് പറയാം. അർഹമായ സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇവർ ശ്രമിക്കാറുള്ളൂ. അല്ലാതെ തനിക്ക് സ്ഥാനമില്ലാത്ത ഇടത്ത് പോകുവാനോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുവാനോ ശ്രമങ്ങൾ നടത്തുന്നവരല്ല എന്നതും ഇവരുടെ പ്രത്യേകതയായി പറയാം. കൂടാതെ തനിക്ക് സ്ഥാനമുണ്ട് എങ്കിൽ, അത് അർഹതയുള്ളതാണ് എങ്കിൽ, തനിക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ളതാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൃത്യതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. അവസരോചിതമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളിലും കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തുവാൻ കഴിവുള്ളവരാണ് ഇവർ. ദയ, അരിവ് എന്നിവ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് ഇവർ. പുറമേ ഒന്ന് കാണിച്ച് മനസ്സിൽ വേറെ രീതിയിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ്. കൂടാതെ ഇവരുടെ ജീവിതത്തിൽ ഇവർ ഈശ്വര വിശ്വാസികളായി, ദൈവാധീനമുള്ള വ്യക്തികളായി നിലനിൽക്കുന്നവരാണ്. ജീവിതത്തിൽ രക്ഷ നൽകുവാൻ ഈശ്വരനെയുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ കൂടിയാണ് ഇവർ. ബോധപൂർവം തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. തീർച്ചയായും ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം പുലർത്തണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം ഏവരും കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. മൂന്നാമത്തെ കൈവെള്ളിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ യുവത്വം നിലനിർത്തണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാകണം. അത്തരം കാര്യങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നവരും അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. പല കാര്യങ്ങളിലും വളരെ ഗൗരവമുള്ള വ്യക്തികളായി തോന്നും എങ്കിലും പല കാര്യങ്ങളിലും കുട്ടിത്തം പ്രകടമാകുന്ന സാഹചര്യമുണ്ട്. വളരെയധികം ജാടയുള്ള അഹങ്കാരികളായ വ്യക്തികളായി പലപ്പോഴും ഇവരെ തോന്നും എങ്കിലും ഇവരുമായി വളരെയധികം ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നതായ വ്യക്തികൾക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുവാൻ സാധിക്കും. കുട്ടിത്തമുള്ള ഒരു മനസ്സാണ് ഇവർക്ക് ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം.
പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന, മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങൾക്കും തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തികൾ കൂടിയായി ഇവരെ പരാമർശിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒരുപാട് സമയത്ത് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല സമയങ്ങളിലും പലവിധ വിഷമകരമായ സാഹചര്യങ്ങൾ, അതൊരു തിരിച്ചടി പോലുമാകാം, അത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഒരുപാട് പാഠം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉൾക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. പല സമയങ്ങളിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ലഭിക്കാതെ തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ പോലും പല സമയങ്ങളിലും ഇവരുടെ ജീവിതത്തിൽ അത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിലും വളരെയധികം വിഷമകരമായ കാര്യങ്ങൾ ഇവർക്ക് നൽകിയിട്ടുള്ളവരാണ്. ഇവരെ കൃത്യമായി മനസ്സിലാക്കാതെ, പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തിയ സാഹചര്യങ്ങൾ പോലും പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരു തവണയല്ല പല സമയങ്ങളിലും സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതെല്ലാം ഇത്തരത്തിൽ കേട്ടിട്ടും നിങ്ങൾക്ക് കുലുക്കമില്ലാതെ അല്ലെങ്കിൽ മനസ്സ് വിഷമിച്ച് പതറി നിൽക്കാതെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയാണ് എന്ന് ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നു. അത് പല കാര്യങ്ങളിലും പതറാതെ പിടിച്ച് നിന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ഏതറ്റം വരെ പോകുവാനും അത്തരത്തിൽ പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. നിങ്ങളുടെ സ്വപ്നങ്ങൾ പലതും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. അത്തരത്തിലൊരു ആഗ്രഹം മനസ്സിൽ തോന്നുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വരികയാണ് എങ്കിൽ അതിനായി വളരെയധികം ശ്രമങ്ങൾ ജീവിതത്തിൽ നടത്തി പോകുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വളരെയധികം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവർക്ക് ഒരു തിരിച്ചടി ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു പരാജയം നേരിടുകയാണ് എങ്കിൽ അതിൽ ചില സമയങ്ങളിൽ തളർന്നു പോകുന്ന സാഹചര്യമുണ്ട്. പിന്നീട് അല്പസമയങ്ങൾക്ക് ശേഷം ധൈര്യം, ആത്മവിശ്വാസം വീണ്ടെടുത്ത് എന്താണോ അബദ്ധം സംഭവിച്ചത് അല്ലെങ്കിൽ പരാജയം സംഭവിച്ചത്, അത്തരം കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പിന്നീട് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നവരായി മാറുകയും ചെയ്യാം. അത്തരത്തിൽ ജീവിതത്തിൽ വളരെയധികം ശ്രമകരമായ വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും പലപ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് ദേഷ്യം, ക്ഷോഭം വരുന്ന സാഹചര്യം ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ പെട്ടെന്ന് തന്നെ ദേഷ്യം കെട്ടടങ്ങുകയും ചെയ്യുന്നവരാണ് എങ്കിലും ആ ദേഷ്യം നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. പല കാര്യങ്ങളിലും പെട്ടെന്ന് കണ്ണുകൾ നിറയുന്നതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായി എന്ന് വരാം. എന്നാൽ ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഏത് കാര്യത്തിലും കളവോടെ സംസാരിക്കാതെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ സംസാരിക്കുവാൻ സാധിക്കുകയും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്ന പ്രത്യേകതയുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഏതെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കുവാൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ. വെറുതെ ഇരിക്കുവാൻ പൊതുവിൽ താല്പര്യപ്പെടുന്നവരല്ല എന്നത് വാസ്തവമല്ല. കാരണം പലപ്പോഴും വെറുതെ ഇരിക്കുവാനോ അല്ലെങ്കിൽ വെറുതെ സമയം കളയുവാനോ ആഗ്രഹിക്കുന്നവരല്ല. ഏത് കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് എങ്കിലും ഏകാന്തത ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് എന്ന് തന്നെ ഇവരെക്കുറിച്ച് പരാമർശിക്കാം. ഏത് കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുൻപും ചില തിരിച്ചടികൾ ഇവർക്ക് സംഭവിക്കാവുന്നതാണ്.
ചില വ്യക്തികൾ ഇവരുടെ ജീവിതത്തിൽ സഹായങ്ങൾ നൽകി എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ പലപ്പോഴും പല വ്യക്തികളും ഇവരെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പല സമയങ്ങളിലും പല വിഷമകരമായ സാഹചര്യങ്ങളിലും ഇവരത് ആഗ്രഹിച്ചു എങ്കിൽ പോലും പല കാര്യങ്ങളിലും അത് സംഭവിച്ചില്ല. ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തിയ സാഹചര്യം ജീവിതത്തിലുണ്ട്. അഭിമാനികളാണ് ഇവർ. അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും താല്പര്യപ്പെടില്ല എന്നത് വാസ്തവം തന്നെയാണ്. അത്തരത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ഇവരുടെ അഭിമാനത്തിന് ഒരു ക്ഷതം സംഭവിക്കുന്നതായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർ കൃത്യമായ മറുപടി ശരിയായ രീതിയിൽ നൽകുന്ന വ്യക്തികൾ കൂടിയായിരിക്കും. ഇവരുടെ കൈകൾ തീർത്തും ശുദ്ധമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതായത് തെറ്റായ കാര്യം ഒരിക്കലും പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നവരല്ല. അപ്രതീക്ഷിതമായ ചതികൾ, വിഷമതകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. സ്വന്തം എന്ന് കരുതിയതായ പല വ്യക്തികളും ചതിച്ചിട്ടുണ്ട് എന്നതും നിങ്ങളുടെ വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പലരെയും കണ്ണടച്ച് സാധിക്കും വിധം സഹായങ്ങൾ എല്ലാം നൽകിയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യം വന്ന സമയത്ത് പലരും സഹായിക്കാനുണ്ടായിരുന്നില്ല എന്നത് ഒരു വിഷമകരമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അവർ സഹായിച്ചിട്ടില്ല എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ ശത്രുക്കളാക്കി മാറ്റിയ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും അവർ നിങ്ങൾക്ക് എതിരാകുന്നതിന് കാരണമായി തീർന്നു. ചില സഹായങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയാകാം. അത്തരത്തിൽ മിത്രങ്ങളായിരുന്ന ചില വ്യക്തികൾ ശത്രുക്കളായി മാറിയ സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഭാവിയിലാണ് എങ്കിലും സംഭവിക്കാം. അപ്പോൾ മൂന്നാമത്തെ കൈവെള്ള തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.